ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത കർത്താവ് അവിടുത്തെ പുതിയ അനുഗ്രഹങ്ങളെ, പുതിയ വാഗ്ദാനങ്ങളെ, പുതിയ നന്മകളെ നമുക്ക് നൽകാൻ പോകുന്നു. ഈ പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായതെല്ലാം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കർത്താവിനറിയാം. നാം ചോദിക്കുന്നതിന് മുൻപ് അവിടുന്നെല്ലാം അറിയുന്നു. നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അവിടുന്നെല്ലാം അറിയുന്നു. അവിടുന്ന് നമ്മുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായി പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ വഴികൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന കർത്താവ് നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ അവിടുന്ന് സകലതും അറിയുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, ഏറ്റുപറയാം. കർത്താവെ, നീ ശക്തിയുടെ ഉറവിടമായ ദൈവമാണ്. നിൻ്റെ ശക്തിയിൽ നിന്നും ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സകല നന്മകളെയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ വഴക്കും കലഹവും മാറി, മക്കൾ തമ്മിലുള്ള വഴക്കുകൾ മാറി, മക്കൾ തമ്മിലുള്ള കലഹവും ശത്രുതയും മാറി ഒരു നല്ല കുടുംബജീവിതം കാണാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു കുടുംബജീവിതം അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതലമുറ ജോലിക്കു വേണ്ടി, ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കരം വിജയം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റിനുമുള്ള സകല ഭീകരതയെയും, ഭീകരപ്രവർത്തനങ്ങളെയും, ദുരന്തങ്ങളെയും അതിജീവിക്കുവാൻ വിശ്വാസത്തോടെ, സകലതും ക്ഷമയോടെ, വിശ്വാസത്തോടെ നേരിടാൻ നമുക്ക് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ പുറത്തുള്ളപ്പോൾ, അകത്തും ഭവനത്തിനകത്തും പ്രശ്നങ്ങളാൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നത്? അതിനാൽ കർത്താവിലേക്ക് പൂർണ്ണമായി തിരിയുക. നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പൂർണ്ണമായി തിരിയുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക, കർത്താവ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ആത്മീയമായും ഭൗതികമായും ബൗദ്ധികമായും എല്ലാം ആവശ്യമായ സകല കാര്യങ്ങളും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, നന്ദി അർപ്പിക്കുക. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് വാഗ്ദാനം ചെയ്തതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നാം എത്രമാത്രം സ്വീകരിക്കുന്നുവോ അത്രമാത്രം അത് നമ്മുടേതായിരിക്കും. അതോർത്ത് നന്ദി അർപ്പിക്കുക. നാം എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടോ അത്രമാത്രം നാം കർത്താവിൽ നിന്നും സ്വീകരിക്കുക. ചോദിക്കുന്നവന് ലഭിക്കും എന്നാണ് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നത്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മുട്ടുന്നവന് തുറക്കപ്പെടും എന്നും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കായി കർത്താവിനെ മുട്ടി വിളിക്കുമ്പോൾ ഓർക്കുക, നമുക്കുള്ളതെല്ലാം കർത്താവ് നൽകിയിട്ടുണ്ട്. നിങ്ങളത് വിശ്വാസത്തോടെ സ്വീകരിക്കുക, നന്ദി അർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയിൽ കാണാൻ തക്കവണ്ണം അത് വെളിപ്പെട്ട് കിട്ടും. വിശ്വാസത്തോടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, യാത്രകളെ സമർപ്പിച്ച്, ആകുലതകളെ സമർപ്പിച്ച്, കർത്താവേ, നീ എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി
അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ദൈവമേ, വർഷങ്ങൾക്ക് മുൻപ്, യുഗങ്ങൾക്ക് മുൻപ് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓരോ വാഗ്ദാനവും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കുമേൽ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കാവശ്യമായതെല്ലാം നിന്റെ വാഗ്ദാനങ്ങളിൽ കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങൾക്കാവശ്യമായതെല്ലാം നീ നേരത്തെ കൂട്ടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കാവശ്യമായ സമാധാനം, സന്തോഷം, സമൃദ്ധി, സമ്പത്ത്, സൗഖ്യം ഇവയെല്ലാം ഞങ്ങൾക്ക് നീ നൽകണമേ. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാം ആവശ്യമാണ് എന്ന് നിനക്ക് നേരത്തെ അറിയാം. അതിനാൽ തന്നെ നീ ഞങ്ങൾക്ക് സകലതും നൽകിയിട്ടുണ്ട്. ദൈവമേ, നീ നൽകിയതെല്ലാം സ്വീകരിക്കുവാനുള്ള ആത്മാ അഭിഷേകം നൽകി, ദൈവിക ജ്ഞാനം നൽകി, അറിവ് നൽകി, ബുദ്ധി നൽകി, ശക്തി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സംശയം കൂടാതെ, മറവി കൂടാതെ എല്ലാം ഓർത്തെടുത്ത് എഴുതുവാൻ യുക്തമായി, യുക്തി ഉപയോഗിച്ച് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം എഴുതുവാൻ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി ആരൊക്കെ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നീ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് പരീക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ ചാനലുകളിൽ കൂടി പരീക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും നീ ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കണമേ. കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ വിജയം നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമാണ്. ദൈവമേ, നിൻ്റെ സഹായം കൂടാതെ ഞങ്ങളുടെ മക്കൾക്ക് അവരുദ്ദേശിക്കുന്നത് പോലെ, നീ ഉദ്ദേശിക്കുന്നത് പോലെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉയരാൻ കഴിയില്ല. അതിനാൽ നിൻ്റെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് വേണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ എത്രയൊക്കെ നിന്നിൽ നിന്ന് ഓടിയകന്നാലും നിൻ്റെ കാരുണ്യം അവരെ തെരഞ്ഞുപിടിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. ഞങ്ങളുടെ മക്കൾ തമ്മിലുള്ള, ഇൻലോസ് തമ്മിലുള്ള പ്രശ്നങ്ങളെ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം നൽകണമേ. ഈ ലോകം മുഴുവനും അസമാധാനം നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ സമാധാനം കണ്ടെത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ ദൈവമേ നീ ശക്തി തരണമേ. ഒരേ മനസ്സോടെ, ഒരേ വിശ്വാസത്തോടെ കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാൻ, നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ, പരാജയങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, കർത്താവേ, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് വരാൻ കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിന്റെ സന്നിധിയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ഒരു നല്ല ജീവിതം പടുത്തുയർത്തുവാൻ, ഈ ലോകത്തിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ കൂടി കൂടുതൽ ഞങ്ങൾ ജ്ഞാനം സംഭരിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന്
ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തോട് നിങ്ങൾ മാപ്പ് പറഞ്ഞ് വീണ്ടും ദൈവത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങളെ, അസാധ്യങ്ങളെ സാധിച്ചെടുക്കുവാൻ കുടുംബാംഗങ്ങൾ ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നിങ്ങളായേ പറ്റുകയുള്ളൂ. അതിനാൽ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കുടുംബത്തിൻ്റെ പുറത്തുള്ള പ്രശ്നങ്ങളെ നിങ്ങളെങ്ങനെ അതിജീവിക്കും? അതിനാൽ കുടുംബത്തിന് പുറത്ത് എത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്രയധികം യുദ്ധവും ഭീകരതയും അകൃത്യങ്ങളും നിറഞ്ഞ പുറം ലോകം, അതിനെ അതിജീവിക്കാൻ കുടുംബത്തിലകത്ത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ശത്രുത അകറ്റി സന്തോഷത്തോടെ, പരസ്പരം ബഹുമാനത്തോടെ, പരസ്പരം അംഗീകരിച്ച് സ്നേഹത്തോടെ തെറ്റുകൾ തിരുത്തിക്കൊടുത്ത് നമുക്ക് വീണ്ടും ഒരുമിക്കാം. കുടുംബത്തിൽ നിന്ന് എല്ലാ ശത്രുത മാറ്റി, കലഹം മാറ്റി, അസൂയ മാറ്റി നിങ്ങൾ ഒന്നാണ് എന്ന ബോധ്യത്തോടെ ഒരു കുടുംബത്തിൽ നമുക്ക് ജീവിക്കാം. ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ആരും പറയാതെ കണ്ടറിഞ്ഞ് ചെയ്യാൻ ആ ഉത്തരവാദിത്ത ബോധത്തിനു വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്യുമ്പോൾ മറ്റൊരാൾ ഒന്നും അറിയാത്ത രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ ഒത്തിരി വേദനയുള്ള അവസ്ഥയാണ്. എന്നാൽ ആ കഠിനാധ്വാനത്തെ തൻ്റെ ദൈവകൃപ കൊണ്ട് ഒന്ന് സഹായിക്കാൻ പരസ്പരം എല്ലാവർക്കും മനസ്സ് കൊടുക്കണമേ. കർത്താവേ, എല്ലാവരും ഒരേ മനസ്സോടെ കുടുംബത്തിൽ അകത്ത് ഉണ്ട്, വസിക്കുന്നു എങ്കിൽ പുറത്തെ പ്രശ്നങ്ങൾ ഏറ്റവും നിസ്സാരമാണ്. അത് നമുക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. എന്നാൽ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ് വലുത്. അതുകൊണ്ട് ദൈവത്തിലേക്ക് കൂടുതൽ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് എങ്കിൽ, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ കുടുംബത്തിൽ എല്ലാം ഭദ്രമായിരിക്കും. സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതിനാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തെ ഭദ്രമാക്കാം. നമ്മുടെ മക്കളെ, ജീവിത പങ്കാളിയെ, അവരുടെ ജീവിതത്തെ ഭദ്രമാക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കായി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നീ നൽകിയ നിൻ്റെ വാഗ്ദാനപ്രകാരം, യുഗങ്ങൾക്ക് മുൻപുള്ള നിൻ്റെ വാഗ്ദാനപ്രകാരം നീ ഇന്നും വിശ്വസ്തനായ ദൈവമാണ് എന്ന് ഞങ്ങളെ തെളിയിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ വാഗ്ദാനപ്രകാരം നിന്നിൽ നിന്ന് ഞങ്ങൾ സകല നന്മകളെയും സ്വീകരിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്ന് ഞങ്ങളോട് കൂടെയായിരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ന് വിജയം നൽകണമേ. ഒത്തൊരുമയും സഹോദര സ്നേഹവും നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ കലഹവും മാറ്റി, അസൂയ മാറ്റി, കുടുംബാംഗങ്ങൾ ഒന്നാണ് എന്ന ബോധ്യത്തിൽ കർത്താവ് പിതാവായുള്ളപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഒന്നാണ്. ആ ബോധ്യത്തോടെ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കഠിനാധ്വാനത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്ന എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും യേശുനാമത്തിൽ ഞാൻ എന്നേക്കുമായി ആട്ടിപ്പായിക്കുന്നു. എൻ്റെ കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ, പോക്കും വരവും എല്ലാം നീ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മസംയമനം കൊണ്ടും ക്ഷമ കൊണ്ടും ദൈവഭക്തി കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. സകല നന്മകളാലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ റാണിയായി, അമ്മയായി, രാജ്ഞിയായി എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ. മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നിച്ച് നിൻ്റെ നീലമേലങ്കിയാൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മക്കൾ, പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. കൈവിറയ്ക്കാതെ, ഹൃദയത്തിൽ ഭയം കൂടാതെ,
ധൈര്യത്തോടെ സംശയം കൂടാതെ അവർ പഠിച്ചതെല്ലാം ഓർക്കുന്നതിനും ശരിയായ ഉത്തരം പേപ്പറിൽ എഴുതാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മേ മാതാവേ, നീ അവരുടെ കരം പിടിച്ചെഴുതാൻ നീ കൂടെയുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും വിജയത്താലും സമൃദ്ധിയാലും സമാധാനത്താലും സന്തോഷത്താലും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന കഴിയുന്നത്ര എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിന് എല്ലാ മേഖലയിലും ഭദ്രതയുണ്ടാകാൻ ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വിജയം നൽകുന്ന കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.